ഞാൻ കാപ്പി ഉണ്ടാക്കുവാണ്, ബ്ലാക്ക് കോഫി. ഞാൻ വെള്ളം വെച്ചു. ഞാനിപ്പോൾ പുറത്ത് ഇവിടെ ഒരു ഒരു ഓഫീസിലൊന്ന് പോയി, ഒരു ഓണ ഗിഫ്റ്റ് അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. പോയിട്ട് വന്നപ്പോഴേക്കും ഉറക്കം വന്നു. അപ്പോൾ ഉറക്കം വന്നൊന്ന് മയങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് വെള്ളം വെച്ച് കാപ്പിപ്പൊടി 2 സൈസ് കാപ്പിപ്പൊടി ഉണ്ട്. ഒന്ന് ഗ്രാൻഡിൻ്റെ ഉണ്ട്, ഒന്ന് നെസ്കഫെ ഉണ്ട്. നെസ്കഫെ സാധാരണ പാലിലൊഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് എൻ്റെ മോന് കുറച്ച് വേണം, അതുകൊണ്ടെന്ന് വെച്ച് പാലിലൊഴിച്ച് പാലിലല്ല, സോറി, ഇത് വെള്ളത്തിൽ. എപ്പോഴും സോറി പറയുന്നു കൊള്ളത്തില്ലല്ലേ. എല്ലാവരും പറയുന്നതായിട്ട് ഇങ്ങനെ എപ്പോഴും സോറി പറയുന്നു. എന്ത് ചെയ്താലും സോറി. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. സോറി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് സോറി പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ ഇതിപ്പോൾ ആരെങ്കിലും കാണുന്നവർ ഇത് കേട്ടാൽ സോറി പറയുന്നത് എപ്പോഴും എന്തിനാണെന്ന് ഓർക്കും. ഇതിനകത്ത് വലിയ സോറി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നെസ്കഫെ അതെൻ്റെ മോന് കുറച്ചിട്ട് കൊടുക്കും. നെസ്കഫെ നമുക്ക് കുറച്ചിട്ടാൽ മതി, ഒരു 1/4 ടീസ്പൂൺ, അത്രയും പോലും ആവശ്യമില്ല. പഞ്ചസാര പിന്നെ ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ പഞ്ചാര ഇട്ട്, പിന്നെ എനിക്ക് ഗ്രാൻഡിൻ്റെ ഇടുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പഞ്ചസാരയാണ്, ഇതിൻ്റെ പ്യാരീസ് പഞ്ചസാരയാണ്. അതിപ്പോൾ പാക്കറ്റ് കളറൊക്കെ മാറി, നേരത്തെ കൂടെ അല്ലെങ്കിലും പഞ്ചസാര നല്ലതാണെന്ന് അങ്ങനെ നോക്കുന്നുണ്ട്. ഇതിൽ ഒത്തിരി കല്ലുള്ള പഞ്ചസാര എനിക്ക് പേടിയ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കണ്ടോ കാപ്പിപ്പൊടിയുടെ ടിന്നൊക്കെ കണ്ടോ? അത് ഗീയുടെ ടിന്നെ ഞാൻ കഴുകിയെടുത്ത്. ഈ ഗീയുടെ ടിന്നെ കഴുകുമ്പോൾ വലിയ പ്രയാസമാണ്. അതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും, ഇങ്ങനെ ഓയിലി. പിന്നെ അത് കുറേ നേരം വാഷ് ചെയ്ത് എടുക്കണം. ഉലുവ, ഇച്ചിരി ഉലുവ എന്ന് ഞാൻ 2 സൈസ് കാപ്പിയോ, ഒന്ന് എൻ്റെ മോനെ, ഒന്ന് എനിക്ക്. അപ്പോൾ ബ്ലാക്ക് കോഫി ഞങ്ങൾ 2 പേരും കുടിക്കും. അപ്പോൾ ഞാൻ ഈ ഗ്രാൻഡ് ഇടുക, ഇച്ചിരി ഒന്ന് ഉലുവ ഇട്ട് കൊടുത്തു, നല്ല. അതെ, ഞാൻ തിളച്ച വെള്ളം കപ്പിലൊഴിച്ചിട്ട് നെസ്കഫെ അങ്ങോട്ടിടുക. അപ്പോൾ അത് ശരിക്കും കുടിക്കാൻ കൊള്ളാം. നമ്മളെങ്കിലും എനിക്കിഷ്ടം നമ്മൾ ഈ പാലില്ലാതെ നമ്മൾ കാപ്പി ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കും തിളച്ചുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ ഒന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യണം. അല്ലാതെ കുടിക്കാൻ അധികം തോന്നത്തില്ല. അതെന്താണെന്നറിയാം, അങ്ങനെ കാപ്പി റെഡിയായി. പാത്രം ഇങ്ങനെ ചുറ്റി വേറെ പാത്രം എടുക്കാൻ ഉറക്കം തൂങ്ങിയിരിക്കുക. ഉറക്കം തൂങ്ങുകയില്ല, നമ്മൾ ഉറക്കം തൂങ്ങുക എന്ന് പറയും. തൂങ്ങുക തമിഴിൽ പറയുന്നില്ലേ, തൂങ്ങുക, ഉറങ്ങുക എന്നുള്ളത്. ഉറക്കം തൂങ്ങുക രണ്ടും ഒന്ന് തന്നെ. ചീയേഴ്സ് അടിച്ച് തീർന്നു. അങ്ങനെ കാപ്പി റെഡിയായി.